Hello everyone, welcome back. Let's continue with the classification of vowels today. Actually, in the last session, we discussed the classification of vowels based on the part of the tongue involved. ഈ മൂന്ന് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് വയൽസ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ദ ഫസ്റ്റ് ക്രൈറ്റീരിയ ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ടങ് ഇൻവോൾവ്ഡ് ഈസ് ഓവർ. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് വയൽസ് based on the height to which tongue is raised and the position of lips. ഓക്കെ, ഈ രണ്ട് ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള വവൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so the height to which the tongue is raised. Here, the height of the tongue refers to the distance between the tongue and the roof of the mouth. Here, റൂഫ് ഓഫ് ദി മൗത്തിലേക്ക് ടങ് മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഹൈറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാക്സിമം ഏത് ഹൈറ്റിലേക്ക് വരെ മൂവ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. വി നോ ദാറ്റ് റൂഫ് ഓഫ് ദി മൗത്തിലേക്കാണ് ടങ് മൂവ് ചെയ്യുന്നത്, ബട്ട് ദർ ഈസ് ഇനഫ് സ്പേസ് ഫോർ എയർ ടു മൂവ്. ഓക്കെ, സോ here the maximum level to which the tongue can be raised in the articulation of vowel is called vowel limit. Okay, ആ ഒരു വവലിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ടങ് റൂഫ് ഓഫ് ദി മൗത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ അവിടെ ടച്ച് ചെയ്യുന്നില്ല, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. എന്നാലും എന്ത് ചെയ്യുന്നു, വവൽ സൗണ്ട്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടങ് അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുന്ന ആ ഹൈറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഹൈറ്റ് ടു വിച്ച് ദ ടങ് ഈസ് റേസ്ഡ്. So these are the 8 possible tongue positions according to the height to which the tongue is raised. That are ഈ 8 പൊസിഷൻസ് ആണ് height to which the tongue is raised നെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ക്ലോസ്. ഈ ഒരു മൂവ്മെൻ്റ് ആണ് ഇതിൽ വരുന്നത്. സെക്കൻഡ് വൺ ഹാഫ് ക്ലോസ്, തേർഡ് വൺ ഹാഫ് ഓപ്പൺ, ദെൻ ഫോർത്ത് വൺ ഈസ് ഓപ്പൺ, ദെൻ അഗൈൻ ഹിയർ ഫിഫ്ത്ത് വൺ ഓപ്പൺ, ദെൻ സിക്സ്ത് ഹാഫ് ഓപ്പൺ, then 7 is half close and 8 is close. ഈ ഒരു മൂവ്മെൻ്റ് ആണ്, ഈ ഒരു 8 പൊസിഷൻ ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ക്ലോസ് എന്ന് പറയുന്നത് റൂഫ് ഓഫ് ദി മൗത്തിനോട് ക്ലോസ് ആയിട്ട് വരുന്ന പൊസിഷനാണ്. അതായത് ദിസ് പൊസിഷൻ ക്ലോസ് ആണ്. ഓക്കെ, ദെൻ ഹാഫ് ക്ലോസ് അതിനേക്കാൾ കുറച്ചുകൂടി താഴെ വരുന്നത്, ഹാഫ് ഓപ്പൺ അതിനേക്കാൾ താഴെ, ഓപ്പൺ എന്ന് പറയുന്നത് ഏറ്റവും താഴെ വരുന്ന ടങ് പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ടങ്, സെൻട്രൽ പാർട്ട് ഓഫ് ദി ടങ്, ദെൻ ബാക്ക് പാർട്ട് ഓഫ് ദി ടങ്. ഈ ഒരു പൊസിഷൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അതായത് ഫ്രണ്ട് വവൽസ്, സെൻട്രൽ വവൽസ് ആൻഡ് ബാക്ക് വവൽസ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലാണ് വവൽസ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വവൽസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് according to the height to which the tongue is raised. So these are the vowel positions. Here close vowels ആയിട്ട് വരുന്നത് വൺ ഇ, അതുപോലെ ഇവിടെ ഉ. ഓക്കെ, ക്ലോസ്. ദെൻ ഹാഫ് ക്ലോസിൽ വരുന്നത് ഇ, ദെൻ എ ആൻഡ് ഉ. ഓക്കെ, ദെൻ ഹാഫ് ഓപ്പണിൽ വരുന്നതാണ് എ, അതുപോലെ അ ആൻഡ് എ, അതേപോലെ തന്നെ ഓ. ഓക്കെ, ദെൻ ഓപ്പൺ പൊസിഷനിൽ വരുന്നതാണ് എ, ആ ആൻഡ് ഒ. ഓക്കെ, സോ ഈ ഒരു പൊസിഷൻസ് ആണ് നമ്മൾ എന്താണ് ഹൈറ്റ് ഓഫ് ദ ടങ്ങിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈ 8 പൊസിഷൻസ്, അതായത് ക്ലോസ്, ഹാഫ് ഓപ്പൺ, ഓപ്പൺ അഗൈൻ, ഓപ്പൺ, ഹാഫ് ഓപ്പൺ, ഹാഫ് ക്ലോസ്, ക്ലോസ്, അത് ഓരോന്നിൻ്റെയും ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ടങ്ങിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ദെൻ ബാക്ക് പാർട്ട് ഓഫ് ദി ടങ്ങിൻ്റെ ആണ് ഇവിടെ, അതേപോലെ സെൻട്രൽ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ദ ടങ് പൊസിഷൻ. ഈ ഒരു ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ടങ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, യെസ്,
ഈ ഒരു മൂവ്മെൻറ്റിൽ ആണ് ടങ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന അവസാനത്തെ പൊസിഷനാണ് ഈ ക്ലോസ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ടങ് റേസ് ചെയ്യുന്നില്ല, അവിടെ ടച്ച് ചെയ്യുന്നില്ല റൂഫ് ഓഫ് ദി മൗത്തിൽ. ഓക്കെ, സോ ഈ ഒരു മാക്സിമം ലിമിറ്റ്, ഈ ക്ലോസ് പോയിൻ്റ് ആണ് എന്ന് പറയുന്നത് വവൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി മൂവ്മെൻറ്റ് വരുന്നില്ല. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി മാക്സിമം ഹൈറ്റ് വിച്ച് ടങ് ഈസ് റേസ്ഡ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് വവൽ ലിമിറ്റ്. അങ്ങനെ ഈ ഓപ്പൺ അപ്രോക്സിമേഷനിൽ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പോൾ ഹാഫ് ഓപ്പൺ, അതിൽ നിന്ന് കുറച്ചുകൂടി പോകുമ്പോൾ ഹാഫ് ക്ലോസ്, അങ്ങനെ ക്ലോസ്. ക്ലോസ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്ലോസ് അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കുലേറ്റേഴ്സ് തമ്മിൽ ഏകദേശം ക്ലോസ് ആണ്, അതിൻ്റെ ഹാഫ് ക്ലോസ് ആണ്. താഴെ വരുമ്പോൾ ഹാഫ് ഓപ്പൺ, പിന്നെ ഓപ്പണായി, ഓപ്പൺ എന്ന് പറയുമ്പോൾ വളരെ നല്ല അധികം ഗ്യാപ്പ് വരുന്നു. ഓക്കെ, ഈ ഒരു 8 പൊസിഷൻസ് ആണ് ഇതിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ക്ലോസ്, ഹാഫ് ഓപ്പൺ, ഓപ്പൺ അഗൈൻ, ഓപ്പൺ, ഹാഫ് ഓപ്പൺ, ഹാഫ് ക്ലോസ് ആൻഡ് ക്ലോസ്. ഓക്കെ, ഈ ഒരു പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് ഈ വവൽസ് ഇതേപോലെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വവൽസ് ബേസ്ഡ് ഓൺ ദ ഹൈറ്റ് ടു വിച്ച് ദ ടങ് ഈസ് റേസ്ഡ്. ഓക്കെ, so the vowel area, actually vowel area is the area joining the 8 possible tongue positions in the articulation of a vowel. അതായത് ഈ 8 ടങ് പൊസിഷനെ ജോയിൻ ചെയ്യുന്ന ഏരിയക്കാണ് വവൽ ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ജസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഹിയർ ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രണ്ട് ക്ലോസ്. ഈ ഒരു പൊസിഷനാണ് ഫ്രണ്ട് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രണ്ട് ക്ലോസ് ഹിയർ. ദെൻ front half close, that is front part of the tongue in the half close, then front half open, then front open. Okay, then again here back open, that is back part of the tongue indadana ivide varunna. Okay, back open, then back half open, then back half close and back close. Okay, ഈ ഒരു 8 ഏരിയ അതിനാണ് വവൽ ഏരിയ എന്ന് പറയുന്നത്. So the next classification of vowels is based on the position of the lips. അതായത് ലിപ്സിൻ്റെ പൊസിഷൻസ് അനുസരിച്ച് വവൽസ് ക്ലാസിഫൈ ചെയ്യുന്നു. ജനറലി ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2, അതായത് റൗണ്ടഡ് വവൽസ് ആൻഡ് അൺറൗണ്ടഡ് വവൽസ്. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് ദി റൗണ്ടഡ് വവൽസ് ഫസ്റ്റ്. ആക്ച്വലി വവൽസ് പ്രൊനൗൺസ്ഡ് വിത്ത് ദ ഫുൾ റൗണ്ടിങ് ഓഫ് ദ ലിപ്സ് ആർ കോൾഡ് റൗണ്ടഡ് വവൽസ്. ഇത് സിമ്പിളാണ്. ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, വവൽസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ലിപ്പ് പൊസിഷൻ റൗണ്ടഡ് ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് റൗണ്ടഡ് വവൽസ് എന്ന് പറയുന്നത്. റൗണ്ടഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് അൺറൗണ്ടഡ് വവൽസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു ക്യാൻ ലുക്ക് അറ്റ് ദി എക്സാമ്പിൾ ഓ ഓ ഓ. അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ലിപ്പ് എന്താണ്, റൗണ്ടഡ് പൊസിഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓ ഓ എന്ന് പറയുന്ന സമയത്തും ലിപ്പ് പൊസിഷൻ എന്താണ്, റൗണ്ടഡ് ആണ്. അതുപോലെ ഉ ആൻഡ് ഊ, ഈ 4 വവൽസും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ലിപ്പ് പൊസിഷൻ ഈസ് റൗണ്ടഡ്. സോ ദീസ് ആർ കോൾഡ് റൗണ്ടഡ് വവൽസ്. ഓക്കെ, ആൻഡ് on the other hand unrounded vowels pronounced with spread or open lip position are called unrounded vowels. ഇവിടെ റൗണ്ടഡ് അല്ലാത്തത് അല്ലെങ്കിൽ സ്പ്രെഡ് ഓർ ഓപ്പൺ ലിപ്പ് പൊസിഷൻ ആർ കോൾഡ് അൺറൗണ്ടഡ് വവൽസ്. ഫോർ എക്സാമ്പിൾ ദീസ് അതർ പ്യുവർ വവൽസിലെ ബാക്കി 8 വവൽസും എന്താണ്, അൺറൗണ്ടഡ് ആണ്. അതായത് ഇ ഈ. ഓക്കെ, പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ്, റൗണ്ടഡ് അല്ല ലിപ്പ് പൊസിഷൻ. ഓക്കെ, ദെൻ എ ആ ആൻഡ് ഓക്കെ, ഈ സമയത്തൊക്കെ അൺറൗണ്ടഡ് പൊസിഷനാണ് ലിപ്പ് വരുന്നത്. ദാറ്റ് മീൻസ് സ്പ്രെഡ് ഓർ ഓപ്പൺ ലിപ്പ് പൊസിഷൻ. നേരത്തെ പറഞ്ഞ 4 എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റൗണ്ടഡ് ആയിട്ടുമാണ് വരുന്നത്. സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ position of the lip, that is rounded vowels and unrounded vowels. Okay, so based on these 3 criteria vowels are identified according to these 3 term labels. ഈ 3 ക്രൈറ്റീരിയൻ്റെയും ബേസ് ചെയ്തുകൊണ്ട് വവൽസിനെ ഈ 3 ടേം ലേബലിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ജസ്റ്റ് ആസ് ദി കോൺസണൻറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസണൻറ്റ് ഡിസ്കസ് ചെയ്ത പോലെ. ഓക്കെ, സോ ദ ഫസ്റ്റ് സൗണ്ട്, അതായത് ഇ എന്ന് പറയുന്ന ഈ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് ഫ്രണ്ട് ക്ലോസ് അൺറൗണ്ടഡ്, അതായത് ഫ്രണ്ട് പാർട്ട് ഓഫ് ദി ടങ് ആണ് ഇവിടെ. ഓക്കെ, ഫ്രണ്ട്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇ. ഓക്കെ, അതായത് ഫ്രണ്ട് പാർട്ടാണ്. ദെൻ ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ആണ്. അതുപോലെ പൊസിഷൻ ഓഫ് ലിപ്പിൽ എന്താണ്, അൺറൗണ്ടഡ് ആണ്. ഓക്കെ, സോ ഫ്രണ്ട് ക്ലോസ് അൺറൗണ്ടഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഇ. ഇ എന്താണ്, അതായത് ഫ്രണ്ടിൽ തന്നെ വരുന്നതാണ്. ഈ വരുന്നതൊക്കെ ഫ്രണ്ടിലാണ്. ഓക്കെ, ഫ്രണ്ട്
then half close, unrounded, position of lip unrounded. Okay, അതുപോലെ എ എന്ന് പറയുന്നത് ഫ്രണ്ട് തന്നെയാണ്, ദെൻ ഹാഫ് ഓപ്പൺ ആണ്, ദെൻ അൺറൗണ്ടഡ് ആണ്. ഓക്കെ, ദെൻ എ എന്ന് പറയുന്നത് അഗൈൻ ഫ്രണ്ട്, പക്ഷേ ഇവിടെ എന്താണ് ഓപ്പൺ പൊസിഷൻ, ഫ്രണ്ട് ഓപ്പൺ. ദെൻ എ എന്ന് പറയുന്നത് എന്താണ് പൊസിഷൻ ഓഫ് ലിപ്സിൽ അഗൈൻ അൺറൗണ്ടഡ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ വരുന്ന ആ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബാക്ക് ആണ്, ബാക്ക് ആൻഡ് അഗൈൻ ഓപ്പൺ, ബാക്കിൽ ഓപ്പൺ ആണ് വരുന്നത്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ അൺറൗണ്ടഡ്. ഓക്കെ, ദെൻ ഒ എന്ന് പറയുന്നത് ബാക്ക് ആണ്, അഗൈൻ ഓപ്പൺ ആണ്, ബാക്ക് ഓപ്പൺ, ബട്ട് പൊസിഷൻ ഓഫ് ലിപ്പിൽ എന്താണ് റൗണ്ടഡ് ആണ്. ഓക്കെ, ബാക്ക് ഓപ്പൺ റൗണ്ടഡ്. ഓക്കെ, അതുപോലെ ഒ എന്ന് പറയുമ്പോൾ ബാക്ക് ഹാഫ് ഓപ്പൺ റൗണ്ടഡ്. ഓക്കെ, ദെൻ ഉ എന്ന് പറയുന്നത് ബാക്ക് പാർട്ടാണ്, അതായത് ടങ്ങിൻ്റെ ബാക്ക് പാർട്ടാണ് ഇവിടെയൊക്കെ വരുന്നത്. ഓക്കെ, സോ ഉ ഈസ് ബാക്ക് വവൽ, ദെൻ ഹാഫ് ക്ലോസ്, ദെൻ റൗണ്ടഡ്. ഉ റൗണ്ടഡ് ആണ്. ഓക്കെ, അതുപോലെ ഉ ബാക്ക് അഗൈൻ ക്ലോസ് ഉണ്ടോ, ബാക്ക് ക്ലോസ് റൗണ്ടഡ് ഊ. ഓക്കെ, ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ ഇതിൽ സെൻട്രൽ വാവൽസ് 3 സെൻട്രൽ വാവൽസ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത സെൻട്രൽ വാവൽസ്, അതായത് സെൻട്രൽ വാവൽസ് ഏതൊക്കെയാണ്, അ, എ ആൻഡ് എ. ഓക്കെ, അതായത് അ എന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ ആണ്, സെൻട്രൽ. ദെൻ ഹാഫ് ഓപ്പണിൻ്റെ പൊസിഷനിലാണ് വരുന്നത്, ഹാഫ് ഓപ്പൺ ആൻഡ് അൺറൗണ്ടഡ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വരുന്നത് എന്താണ്, അഗൈൻ സെൻട്രൽ, ഹാഫ് ഓപ്പൺ തന്നെയാണ്, ഹാഫ് ഓപ്പൺ അൺറൗണ്ടഡ്. ആൻഡ് ഹിയർ എന്ന് പറയുന്നത് അഗൈൻ സെൻട്രൽ, ദെൻ ഹാഫ് ക്ലോസ്, unrounded. Okay, so these are the 3 term labels based on these 3 criteria. ഈ 3 ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള 3 term labels of vowels ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഫ്രണ്ട് ക്ലോസ് അൺറൗണ്ടഡ്, ഇ എന്ന് പറയുന്ന ഫ്രണ്ട് ഹാഫ് ക്ലോസ് അൺറൗണ്ടഡ്, എ ഫ്രണ്ട് ഹാഫ് ഓപ്പൺ അൺറൗണ്ടഡ്, എ ഫ്രണ്ട് ഓപ്പൺ അൺറൗണ്ടഡ്, ആ ബാക്ക് ഓപ്പൺ അൺറൗണ്ടഡ്, ഒ ബാക്ക് ഓപ്പൺ റൗണ്ടഡ്, ആൻഡ് O back half open rounded, U back half close rounded, U back close rounded, A central half open unrounded, A central half open unrounded, A central half close unrounded. Okay, these are the 3 term labels of 12 pure vowels. Okay, so I hope you understand. ഈ 2 ക്രൈറ്റീരിയ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ഹൈറ്റ് വിച്ച് ദ ടങ് ഈസ് റൈസ്ഡ് ആൻഡ് ദ പൊസിഷൻ ഓഫ് ലിപ്സ്. കഴിഞ്ഞ സെഷനിൽ ദ പാർട്ട് ഓഫ് ദി ടങ് ഇൻവോൾവ് എന്നുള്ള ആ പാർട്ടും ഡിസ്കസ് ചെയ്തു. സോ ഈ 3 ക്രൈറ്റീരിയയും ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വവൽസിനെ ഈ 3 ടേം ലേബലിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് വവൽസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ ആൻഡ് ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഫോളോഡ് മീ. So thank you very much for listening to me. Thank you.